ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് JCA അതുപോലെ തന്നെ കേരള ബാങ്കിൻ്റെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതിൻ്റെ പേര് ഇതാണ്, മാനേജിങ് ദ സോഷ്യൽ പ്രോസസ് ഇൻ എ കോപ്പറേറ്റീവ്. എന്താണ് മാനേജിങ് ദ സോഷ്യൽ പ്രോസസ് ഇൻ എ കോപ്പറേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കോപ്പറേഷൻ, കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, ആ ഒരു ഏരിയ. അപ്പോൾ പല കുട്ടികളും നമ്മളോട് പലതവണ ആവശ്യപ്പെട്ട ഒരു ക്ലാസ്സാണിത്. അപ്പോൾ ആ ഒരു സെഷനാണ് നമ്മൾ എടുക്കുന്നത്. കാര്യം ഇത് സോഷ്യോളജി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പ്രധാനമായിട്ടും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഒരു സോഷ്യൽ പ്രോസസ്സ്, നമ്മുടെ ടൈറ്റിൽ അത് തന്നെയാണ് അല്ലേ. എന്താണ് മാനേജിങ് ദ സോഷ്യൽ പ്രോസസ് ഇൻ എ കോപ്പറേറ്റീവ്. സോഷ്യൽ പ്രോസസ് എന്താണ്? സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത് അതിൽ ആദ്യമേ തന്നെ പറയുന്നുണ്ട്, ദ ടേം സോഷ്യൽ പ്രോസസ് മീൻസ് ആക്ടിവിറ്റീസ്, ആക്ഷൻസ് ആൻഡ് ഓപ്പറേഷൻസ് ദാറ്റ് ഇൻവോൾവ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ. അപ്പോൾ ആ വാക്കിൽ തന്നെ ഇന്ററാക്ഷൻ. എന്താ ഇന്ററാക്ഷൻ? ഇടപെടലുകൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ? ആ ജനങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ ആളുകൾക്കിടയിലുള്ള ഇടപെടലുകളെയാണ് എന്തായിട്ട് നമ്മൾ പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇടപെടലുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും അതിനകത്ത്? ഇടപെടലുകൾ എന്ന് പറയുമ്പോൾ ദെൻ അവർക്കിടയിലുള്ള ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ, ദെൻ അതുപോലെ തന്നെ അവർക്ക് ആക്ഷൻസ്, അതുപോലെ തന്നെ ഓപ്പറേഷൻസ് ദാറ്റ് ഇൻവോൾവ് എന്തിലേക്ക് നയിക്കും? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ. ജനങ്ങൾക്കിടയിലുള്ള ഈ ആശയവിനിമയത്തെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് ഇതൊരു സോഷ്യൽ പ്രോസസ്സാണ്. എന്താണ്? ഒരു സോഷ്യൽ പ്രോസസ്സാണ്. നമ്മൾ പൊതുവെ പറയുന്നത് എങ്ങനെയാണ്? മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ, ഹീ കനോട്ട് ലീവ് എ ഹാപ്പി ആൻഡ് കണ്ടംഡ് ലൈഫ് ഇൻ ഐസൊലേഷൻ എന്നാണ്. മനുഷ്യനെന്ന് പറയുന്ന ഒരു സാമൂഹ്യ ജീവിയാണ്. അയാൾക്ക് ഒറ്റക്ക്, ഇൻ ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ ഒറ്റക്കാണ്. ഒറ്റക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെടലുകളില്ലാതെ ഒറ്റക്ക് ജീവിക്കുവാൻ അസാധ്യമാണ്. ഓക്കെ, അപ്പോൾ അത്ര അധികം ഇമ്പോർട്ടൻസ് ആണ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ പ്രോസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് കംപ്രൈസ് ഓഫ് ആക്ടിവിറ്റീസ്, ആക്ഷൻസ് ആൻഡ് ഓപ്പറേഷൻസ് ദാറ്റ് ഇൻവോൾവ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഡെഫിനിഷൻ ഉണ്ടല്ലോ, എന്താണ്? മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ, ഹീ കനോട്ട് ലീവ് എ ഹാപ്പി ആൻഡ് കണ്ടംഡ് ലൈഫ് ഇൻ ഐസൊലേഷൻ. അത് ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ അരിസ്റ്റോട്ടിൽ ആണ്. മനുഷ്യനെ കുറിച്ച് അരിസ്റ്റോട്ടിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അപ്പം അതുകൊണ്ട് തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലുകൾ നിർബന്ധമായിട്ടും എവിടെ ഉണ്ടാവണം? നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടെയും ഉണ്ടാവണം, നമ്മൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെയും ഉണ്ടാവണം. ഓക്കെ, ദെൻ സോഷ്യൽ പ്രോസസ് ഈസ് ദ ഫോം ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ വിച്ച് ഒക്വേഴ്സ് റിപ്പീറ്റഡ്ലി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്, സാമൂഹ്യ ഇടപെടലുകളാണ്. വിച്ച് ഒക്വേഴ്സ് എന്താണ്? റിപ്പീറ്റഡ്ലി. ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന കാര്യമല്ലേ ഇത്. ഓക്കെ, നമ്മൾ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നോ, എത്ര നാൾ നമ്മൾ ഇവിടെ കഴിയുന്നോ, അത്രയും നാളും ഇതുപോലെ തന്നെ നമ്മുടെ സഹജീവികളുമായിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം? ഇന്ററാക്ട് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അക്കോർഡിംഗ് ടു ജിൻസ്ബർഗ്, എന്താണ് ജിൻസ്ബർഗ് പറഞ്ഞത്? സോഷ്യൽ പ്രോസസ് മീൻസ് എന്താണ്? ദ വേരിയസ് മോഡ്സ് ഓഫ് ഇന്ററാക്ഷൻ. പല രീതിയിലുള്ള ഇടപെടലുകളാണ്, വേരിയസ് മോഡ്സ് ഓഫ് ഇൻറ്ററാക്ഷൻ ആണ്. ബിറ്റ്വീൻ, ആർക്കിടയിലാണ്? ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്, വ്യക്തികൾക്കിടയിലാവാം, ഓർ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പുകൾക്കിടയിലാവാം, ഇൻക്ലൂഡിങ് എന്താണ്? അതിനകത്ത് എന്തൊക്കെ വരാം? കോപ്പറേഷൻ വരാം, കോൺഫ്ലിക്റ്റ് വരാം, സോഷ്യൽ ഡിഫറൻഷിയേഷൻ വരാം, ആൻഡ് ഇൻ്റഗ്രേഷൻ. അതായത് സോഷ്യൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിവിഷൻ ഓഫ് സൊസൈറ്റി ആണ്. ഡിവിഷൻ ബേസ്ഡ് ഓൺ ദെയർ എന്താ പറയുക കൾച്ചറൽ ഡിഫറൻസോ അല്ലെങ്കിൽ ഏജ് ഡിഫറൻസോ അല്ലെങ്കിൽ അവരുടെ ഹോമോജിനസ് ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഡിവൈഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സോഷ്യൽ ഡിഫറൻഷിയേഷൻ. ദെൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏത്? സോഷ്യൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തുകൊണ്ട് ഒരുമിച്ച് കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? സോഷ്യോളജിയിൽ സോഷ്യൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജിൻസ്ബർഗിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഒരു സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത്? എന്താണ്? വേരിയസ് മോഡ്സ് ഓഫ്, പല രീതിയിലുള്ള ഇന്ററാക്ഷൻ ആണ് ആർക്കിടയിൽ? ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽസിനിടയിലാവാം,
ഓർ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സുകൾക്കിടയിലാവാം. ഇൻക്ലൂഡിങ് എന്തൊക്കെ വരാം? കോപ്പറേഷൻ വരാം, കോൺഫ്ലിക്റ്റ് വരാം, അതുപോലെ തന്നെ സോഷ്യൽ ഡിഫറൻഷിയേഷൻ വരാം, ദെൻ അതുപോലെ തന്നെ സോഷ്യൽ ഇൻ്റഗ്രേഷൻ വരാം. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് സോഷ്യൽ പ്രോസസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻട്രാക്ഷൻ വരുമ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്രൂപ്പുകൾക്കിടയിലാണെങ്കിലും അതുപോലെ ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിലാണെങ്കിലും ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ പ്രധാനമായിട്ടും ഒരു 3 ഔട്ട്കംസ് നമ്മൾ പറയാറുണ്ട്. ഇൻട്രാക്ഷൻ ഇടപെടലുകൾ വരുമ്പോഴത്തേക്കും അവിടെ പ്രധാനമായിട്ടും ഒരു 3 ഔട്ട്കംസ് നമ്മൾ പറയും. അതിലൊന്ന് ഏതാണ്? കോപ്പറേഷനാണ്, 2 കോമ്പറ്റീഷനാണ്, 3 കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിലുണ്ടാവുന്ന ഇൻട്രാക്ഷൻസിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഇതേപോലെ 3 ഡിവൈഡ് ചെയ്യാം. 1 കോപ്പറേഷൻ ഉണ്ടാവാം, 2 കോമ്പറ്റീഷൻ ഉണ്ടാവാം, 3 കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. ഓക്കെ, ദെൻ എവറി ഇൻഡിവിജ്വൽ ഇൻട്രാക്ട് വിത്ത് അതർ ഇൻഡിവിജ്വൽസ് അല്ലേ? ഓരോരുത്തരും മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യും? ഇൻട്രാക്ട് ചെയ്യും. ദെൻ ഇൻ ഓർഡർ ടു സർവൈവ് എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഇൻ ഓർഡർ ടു സർവൈവ്, നിലനിൽപ്പിന്റെ ഭാഗമാണ് അല്ലേ? നിലനിൽപ്പിന്റെ ഭാഗമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ആരോടും സംസാരിക്കാതെ ആരോടും ഇടപെടലുകൾ നടത്താതെ നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യും? മറന്നു പോകുന്നതാണ്. അപ്പം നമ്മളൊരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ എന്താണ് ഫാമിലിയുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി നിയർ ബൈ താമസിക്കുന്ന ആൾക്കാരുമായിട്ടും നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്ന അവിടുത്തെ എംപ്ലോയീസുമായിട്ടും നമ്മുടെ എന്താ പറയുക അവിടുത്തെ സുപ്പീരിയേഴ്സുമായിട്ട് എല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. ഈവൻ നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സിനോട് പോലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പം ഇൻട്രാക്ഷൻ ഇല്ലാതെ ഒരാൾക്ക് ദെൻ സർവൈവ് ചെയ്യാൻ എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻ ഓർഡർ ടു സർവൈവ് വി നീഡ്സ് ടു ഇൻറ്ററാക്ട് ആണ്. വി നീഡ്സ് ടു ഇൻറ്ററാക്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രാക്ട് ചെയ്തേ മതിയാവും. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ പീപ്പിൾ ടു ലീവ് ഇൻ ഐസൊലേഷൻ എന്നാണ്. എന്താണ് ഐസൊലേഷൻ? ഐസൊലേഷനും സോഷ്യൽ പ്രോസസിന്റെ ഭാഗമാണ്. ഐസൊലേഷൻ നമ്മൾ എന്താ പറയുക? ഒറ്റക്ക് താമസിക്കുക, ഐസൊലേറ്റ് ചെയ്ത് താമസിക്കുക. ഇപ്പോൾ നമ്മൾ കോവിഡൊക്കെ വന്നപ്പോൾ ഐസൊലേറ്റ് ചെയ്തില്ലേ? ഒരാളെ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാതെ ദെൻ അയാൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്ന രീതി, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസൊലേഷൻ. അപ്പോൾ ഐസൊലേഷനും ഇറ്റ്സ് എ പാർട്ട് ഓഫ് എന്താണ്? സോഷ്യൽ പ്രോസസ് ആണ്. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ കോൺഫ്ലിക്റ്റും കോമ്പറ്റീഷനും കോപ്പറേഷനും മാത്രമല്ല, ഐസൊലേഷനും ഇറ്റ്സ് എ പാർട്ട് ഓഫ് സോഷ്യൽ പ്രോസസ് ആണ്. ഓക്കെ, ദെൻ ആസ് ഈച്ച് എവറി പേഴ്സൺ ഈസ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ബീയിങ്. ആസ് ഇൻട്രാക്ഷൻ ടേക്ക് പ്ലേസ് ദെയർ ആർ കോപ്പറേഷൻ. ഇൻട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ അതായത് മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഇടപെടലുകൾ നടത്തുമ്പോൾ എന്താ പറയുക അവരുമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെ ഉണ്ടാവാം? കോപ്പറേഷൻ, സഹകരണം ഉണ്ടാവാം, കോമ്പറ്റീഷൻ വരാം, അതുപോലെ തന്നെ എന്ത് വരാം? കോൺഫ്ലിക്റ്റ് വരാം, എമർജിങ് ദീസ് റിലേഷൻഷിപ്സ് അല്ലേ? അപ്പം കോപ്പറേഷൻ ആയിക്കോട്ടെ, കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, കോൺഫ്ലിക്റ്റ് ആയിക്കോട്ടെ, ദാറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ ആണ് അല്ലേ? നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? കോപ്പറേഷൻ ഉണ്ടാവുന്നത്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കിടെ എന്ത് വരുന്നത്? കോൺഫ്ലിക്റ്റ് വരുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മറ്റൊരാളുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? കോമ്പറ്റീഷൻ ഉണ്ടാവുന്നത്. അതും എന്തിൻ്റെ ഭാഗമാണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ ആണ്. ഓക്കെ, ദെൻ 2 essential conditions of social interactions are, അതായത് സാമൂഹ്യ ഇടപെടലുകൾക്ക് ഉണ്ടാവേണ്ട 2 പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത്, ഒന്ന് സോഷ്യൽ കോണ്ടാക്റ്റ് ആണ്, 2 കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ്? സോഷ്യൽ കോണ്ടാക്റ്റ് ഉണ്ടാവണം, അതുപോലെ തന്നെ എന്ത് വേണം? ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ സോഷ്യൽ കോണ്ടാക്റ്റുമാണ് പ്രധാനമായിട്ടും നമ്മൾ സോഷ്യൽ ഇൻട്രാക്ഷന് ഉണ്ടായിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട എലമെന്റ്. ഏതൊക്കെയാണ്? സോഷ്യൽ കോണ്ടാക്റ്റും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനുമാണ്. സോഷ്യോളജിയിൽ ഈ സോഷ്യൽ പ്രോസസ്സിനെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സോഷ്യൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഈ ഇൻട്രാക്ഷൻ ഒക്കെ നടക്കുന്നത് അല്ലേ? ആ സോഷ്യോളജിയിൽ ഈ സോഷ്യൽ പ്രോസസ്സിനെ പ്രധാനമായിട്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് അസോസിയേറ്റീവ് പ്രോസസ് അല്ലെങ്കിൽ കൺജക്റ്റീവ് പ്രോസസ് എന്നും, 2 ഡിസോസിയേറ്റീവ് പ്രോസസ് അല്ലെങ്കിൽ ഡിസ്ജങ്ക്റ്റീവ് പ്രോസസ് എന്നും. എന്താണ്?
ഡിസ്അസോസിയേറ്റീവ് പ്രോസസ് അല്ലെങ്കിൽ ഡിസ്ജങ്ക്റ്റീവ് പ്രോസസ്. ഡിസ്ജങ്ക്റ്റീവ് പ്രോസസ് ഒന്നും രണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സോഷ്യൽ പ്രോസസ്സിനെ ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെയാണ്? അസോസിയേറ്റീവ് പ്രോസസ്സും അല്ലെങ്കിൽ കൺജക്റ്റീവ് പ്രോസസ്സും ഡിസോസിയേറ്റീവ് പ്രോസസ്സ് അല്ലെങ്കിൽ ഡിസ്ജങ്ക്റ്റീവ് പ്രോസസ്സ് എന്നും. അങ്ങനെ രണ്ടായിട്ട് ഈ സോഷ്യൽ പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡിവൈഡ് ചെയ്യാറുണ്ട്. ഏതും പ്രകാരം? സോഷ്യോളജിയാണ്. ഓക്കെ, പൊതുവേ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ സോഷ്യോളജിയുടെ ഭാഗമാണ്. അവിടെയാണ് നമ്മൾ ഈ സൊസൈറ്റിയെക്കുറിച്ചും ഫാമിലിയെക്കുറിച്ചും കിൻഷിപ്പിനെ കുറിച്ചും സോഷ്യൽ ഇൻട്രാക്ഷനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കുന്നത് സോഷ്യോളജിയിലാണ്. ആ സോഷ്യോളജി പ്രകാരം എന്താണ് പറഞ്ഞത്? ദെൻ ഈ സോഷ്യൽ പ്രോസസ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത്, ഒന്ന് അസോസിയേറ്റീവ് പ്രോസസ്, രണ്ട് ഡിസോസിയേറ്റീവ് പ്രോസസ്. എന്താണ് ഒരു അസോസിയേറ്റീവ് പ്രോസസ്? നോക്കിയേ, ദ പ്രോസസ് ഇൻ വിച്ച് പീപ്പിൾ ഹെൽപ്പ് ഈച്ച് അതർ. എന്താണ്? ദ പ്രോസസ് ഇൻ വിച്ച് പീപ്പിൾ ഹെൽപ്പ് ഈച്ച് അതർ. ദ പ്രോസസ് ഇൻ വിച്ച് പീപ്പിൾ ഹെൽപ്പ് ഈച്ച് അതർ ആൻഡ് ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് അതർ. അതായത് ഒരാൾ മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. ഒരാൾ മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. അവർ പരസ്പരം സഹായിക്കുന്നു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അസോസിയേറ്റീവ് പ്രോസസ്സ് അല്ലെങ്കിൽ കൺജക്റ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യൽ പ്രോസസ് നമ്മൾ എത്ര ഡിവൈഡ് ചെയ്യും? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് അസോസിയേറ്റീവ് പ്രോസസ് അല്ലെങ്കിൽ കൺജക്റ്റീവ് പ്രോസസ്സ്. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പീപ്പിൾ ഹെൽപ്പ് ഈച്ച് അതർ ആൻഡ് ദേ ആർ അസോസിയേറ്റഡ് ഈച്ച് അതർ. അതാണ് ഈ അസോസിയേറ്റീവ് പ്രോസസിന്റെ പ്രത്യേകത. അപ്പൊ ആ ഒരു പേര് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും എന്താണ്? കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? അസോസിയേറ്റീവ് പ്രോസസ് ആണ്. ഇല്ലേ? സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്, പരസ്പര സഹായമാണ്. ഇല്ലേ? അപ്പൊ അതെന്തിന്റെ ഭാഗമാണ്? അസോസിയേറ്റീവ് പ്രോസസിന്റെ ഭാഗമായിട്ടാണ്. ദെൻ അടുത്തത് അക്കോമഡേഷൻ, അക്കോമഡേറ്റ് ചെയ്യുക. അതുപോലെ അസിമിലേഷൻ. അസിമിലേഷൻ മീൻസ് മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്തു പോവുക? ഒത്തുപോവുക. അക്കോമഡേറ്റ് ചെയ്യുക, അസിമിലേഷൻ ഒക്കെ ഒരേ മീനിങ് തന്നെയാണ്. മറ്റേ സ്വാംശീകരിക്കുക എന്നൊക്കെ പറയാം അസിമിലേഷൻ എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരുമായിട്ട് ഒരു ഏക മനസ്സോടുകൂടി മുന്നോട്ട് പോകുക. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? അസോസിയേറ്റീവ് പ്രോസസ്സ്. നമ്മൾ പറയില്ലേ, ഞാൻ അക്കോമഡേറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ അയാളെയും കൂടി എൻ്റെ കൂടെ താമസിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്, ഞങ്ങൾ ഒരുമിച്ച് കഴിയാൻ അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കാൻ തയ്യാറാണ്. അതാണ് അക്കോമഡേഷൻ്റെ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അക്കോമഡേഷൻ ആയിക്കോട്ടെ, അസിമിലേഷൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ കോപ്പറേഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് അസോസിയേറ്റീവ് പ്രോസസ് ആണ്. അപ്പോൾ സോഷ്യൽ പ്രോസസ്സിനെ നമ്മൾ പ്രധാനമായിട്ടും എത്ര ഡിവൈഡ് ചെയ്യും? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് അസോസിയേറ്റീവ് പ്രോസസ് അല്ലെങ്കിൽ കൺജങ്ക്റ്റീവ് പ്രോസസ്. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. കോപ്പറേഷൻ ഏതൊരു എക്സാമ്പിൾ ആണ്? കോപ്പറേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് ആണ്. മറ്റുള്ളവരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന രീതിയാണ് ഇത് കോപ്പറേഷൻ. ഓക്കെ, മറ്റേതാണ്? രണ്ടാമത്തെ സോഷ്യൽ പ്രോസസ് ഏതാണ്? ഡിസോസിയേറ്റീവ് അല്ലെങ്കിൽ ഡിസ്ജങ്ക്റ്റീവ് പ്രോസസ്. എന്താണ്? ഡിസോസിയേറ്റീവ് അല്ലെങ്കിൽ ഡിസ്ജങ്ക്റ്റീവ് പ്രോസസ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ദ പ്രോസസ് വിച്ച് മേക്സ് പീപ്പിൾ എപ്പാർട്ട് ഫ്രം ഈച്ച് അതർ. എപ്പാർട്ട് ഫ്രം ഈച്ച് അതർ, ഒരാളിൽ നിന്നും വേറിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തിയാണ് ഏത്? ഡിസോസിയേറ്റീവ് അല്ലെങ്കിൽ ഡിസ്ജങ്ക്റ്റീവ് പ്രോസസ്. അപ്പൊ നമുക്കറിയാം എന്താണ്? കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റ് ഒക്കെ ഏതൊരു എക്സാമ്പിൾ ആണ്? ഡിസോസിയേറ്റീവ് അല്ലെങ്കിൽ ഡിസ്ജങ്ക്റ്റീവ് പ്രോസസിന് എക്സാമ്പിൾ ആണ് കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റ് ഒക്കെ. ഓക്കെ, ഒരാൾ മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ചാൽ അതേതാണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് കോമ്പറ്റീഷൻ ആണ് അല്ലെങ്കിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പൊ കോൺഫ്ലിക്റ്റും കോമ്പറ്റീഷനും ആർ എക്സാമ്പിൾസ് ഓഫ് ഏതാണ്? ഡിസോസിയേറ്റീവ് അല്ലെങ്കിൽ ഡിസ്ജങ്ക്റ്റീവ് പ്രോസസ് ആണ്. കോപ്പറേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അസോസിയേറ്റീവ് പ്രോസസ് അല്ലെങ്കിൽ കൺജക്റ്റീവ് പ്രോസസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അങ്ങനെ സോഷ്യൽ പ്രോസസ് നമ്മൾ എത്ര ഡിവൈഡ് ചെയ്യും? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് അസോസിയേറ്റീവ് പ്രോസസ് എന്നും അല്ലെങ്കിൽ കൺജക്റ്റീവ് പ്രോസസ് എന്നും, രണ്ട് ഡിസോസിയേറ്റീവ് പ്രോസസ് അല്ലെങ്കിൽ ഡിസ്ജങ്ക്റ്റീവ് പ്രോസസ് എന്നും അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ അതിൽ ഓർത്തു വെക്കേണ്ട പോയിന്റ് ഇതാണ്. കോപ്പറേഷനും കോൺഫ്ലിക്റ്റും കോമ്പറ്റീഷനുമാണ് സോഷ്യൽ പ്രോസസിന്റെ ഔട്ട്കംസ്. അതിൽ കോപ്പറേഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് പ്രോസസിന്റെ ഔട്ട്കം ആണ്. ഡിസ്ജങ്ക്റ്റീവ് അല്ലെങ്കിൽ ഡിസോസിയേറ്റീവ് പ്രോസസിന്റെ ഔട്ട്കം ആണ് ഏത്? കോമ്പറ്റീഷനും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റും. ഓക്കെ, ദെൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ടൈപ്സ് ഓഫ് സോഷ്യൽ പ്രോസസ്. ഇതാണ് ടൈപ്സ് ഓഫ് സോഷ്യൽ പ്രോസസ്. നമ്മൾ പറഞ്ഞു സോഷ്യൽ പ്രോസസ് നമ്മൾ എത്ര ഡിവൈഡ് ചെയ്യും? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് കോമ്പറ്റീഷൻ, രണ്ട് കോൺഫ്ലിക്റ്റ്, മൂന്ന് കോപ്പറേഷൻ. ഇതൊക്കെയാണ് കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, കോപ്പറേഷൻ.
കോപ്പറേഷനും കോൺഫ്ലിക്റ്റും കോമ്പറ്റീഷൻ. ഇതാണ് ടൈപ്സ് ഓഫ് സോഷ്യൽ പ്രോസസ്. നമ്മൾ സാമൂഹ്യ ഇടപെടലുകൾ നടക്കുമ്പോൾ ഈ 3 ഔട്ട്കംസ് പൊതുവെ ഉണ്ടാവാറുണ്ട്. എല്ലായ്പ്പോഴും ഒരേപോലെ വരണമെന്നൊന്നുമില്ല, എന്നാലും ഈ ഒരു 3 ഔട്ട്കംസ് ഉണ്ടാവാറുണ്ട്. ഒന്നെങ്കിൽ കോപ്പറേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ സോഷ്യൽ പ്രോസസ്സിനെ നമ്മൾ പ്രധാനമായിട്ട് എത്ര ഡിവൈഡ് ചെയ്യുന്നുണ്ട്? കോമ്പറ്റീഷൻ, കോൺഫ്ലിക്റ്റ്, കോപ്പറേഷൻ. ഓക്കെ, ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ കോപ്പറേഷൻ ആൻഡ് അതർ ടു ഈസ്, നമ്മളിപ്പോൾ പറഞ്ഞ കോൺഫ്ലിക്റ്റും കോമ്പറ്റീഷനും കോപ്പറേഷനും എടുത്താൽ, കോപ്പറേഷനും മറ്റ് 2 സോഷ്യൽ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? കോപ്പറേഷൻ ഈസ് അസോസിയേറ്റീവ്. കോപ്പറേഷൻ എന്താണ്? അസോസിയേറ്റീവ് ആണ്. മീനിങ് ദാറ്റ് പീപ്പിൾ ആർ വർക്കിംഗ് ടുഗദർ, അതായത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ഒരുമിച്ച് ജോലിയെടുക്കുന്നു. അതാണ് ഏത്? കോപ്പറേഷൻ. വൈൽ കോൺഫ്ലിക്റ്റ് ആൻഡ് കോമ്പറ്റീഷൻ ആർ, കോൺഫ്ലിക്റ്റും കോമ്പറ്റീഷനും ബൈ നേച്ചർ എന്താണ്? ഡിസോസിയേറ്റീവ് ആണ്. മീനിങ് ദാറ്റ് പീപ്പിൾ ആർ വർക്കിംഗ് എഗെയിൻസ്റ്റ് ഈച്ച് അതർ, ഒരാൾ മറ്റൊരാൾക്കെതിരെ പ്രവർത്തിക്കുന്നതാണ് ഏത്? കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റും. നേരെ മറിച്ച് കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? അസോസിയേറ്റീവ് ആണ്. മറ്റേതാണ്? കോപ്പറേഷൻ അസോസിയേറ്റീവ് ആണ്. കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റും എന്ത് തന്നെയാണ്? ഡിസോസിയേറ്റീവ് അല്ലെങ്കിൽ ഡിസ്ജങ്ക്റ്റീവ് പ്രോസസ് ആണ്. അപ്പം ഒരാൾ മറ്റൊരാൾക്കെതിരെ പ്രവർത്തിക്കുന്നതാണ് ഏത്? കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റും. എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏത്? കോപ്പറേഷൻ. അപ്പം ഇതാണ് ഈ കോപ്പറേഷനും മറ്റ് 2 പ്രോസസ്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ്. ഇത് തന്നെയാണ്. കോപ്പറേഷൻ ബൈ നേച്ചർ എന്ത് തന്നെയാണ്? അസോസിയേറ്റീവ് എന്ന് തന്നെയാണ്. ബട്ട് കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ആർ ഡിസോസിയേറ്റീവ് ആൻഡ് വർക്ക് എഗെയിൻസ്റ്റ് ഈച്ച് അതർ ആണ്. വർക്ക് എഗെയിൻസ്റ്റ് ഈച്ച് അതർ ആണ് ഏത്? കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റും. ഓക്കെ, അതാണ് ബേസിക് ആയിട്ട് ഇത് 3 തമ്മിലുള്ള വ്യത്യാസം. കോപ്പറേഷൻ അസോസിയേറ്റീവ് ആണ്, കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ആർ ഡിസോസിയേറ്റീവ് ഓർ ഡിസ്ജങ്ക്റ്റീവ് ബിക്കോസ് ദേ വർക്ക് എഗെയിൻസ്റ്റ് ഈച്ച് അതർ ആണ്. ഓക്കെ, ദെൻ കോമ്പറ്റീഷൻ പറയുന്നുണ്ട്. എന്താണ് കോമ്പറ്റീഷൻ? ഒന്നുകൂടെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറയുവാണ്. എന്താണ് കോമ്പറ്റീഷൻ? When 2 or more people strive against one another, 2 അതിലധികമോ ആൾക്കാർ, ഒരാൾക്ക് ഒറ്റയ്ക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കോമ്പറ്റീഷൻ ആവുമ്പോഴത്തേക്കും മിനിമം 2 പേര് വേണം, വേണ്ടേ? അപ്പോൾ when 2 or more people strive against one another to gain നേടിയെടുക്കാൻ എന്താണ്? possession of some good or service result in competition. ഓക്കെ, ഏതെങ്കിലും ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ പൊസഷൻ നേടിയെടുക്കുവാൻ ഒരാൾ മറ്റൊരാളുമായിട്ട് എന്ത് ചെയ്യുവാണ്? അതിൻ്റെ ആ ഒരു ഓണർഷിപ്പ് പൊസഷൻ നേടിയെടുക്കാൻ ശ്രമിച്ചാൽ ദാറ്റ് റിസൾട്ടിന് ഏതാണ്? കോമ്പറ്റീഷനാണ്. സിമ്പിളായിട്ട് നമ്മൾ ഓർത്താൽ മതി. ഒരു റണ്ണിങ് കോമ്പറ്റീഷൻ അങ്ങനെ പറയുന്നത്. 3, 4, 5 പേരുണ്ടാവും. അവർ പരസ്പരം എന്ത് ചെയ്യുന്നു? ആ ഫസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന ആ പ്രൈസ് നേടിയെടുക്കാൻ എന്ത് ചെയ്യുവാണ്? 1 എഗെയിൻസ്റ്റ്, അതായത് ഒരാൾ മറ്റൊരാൾക്കെതിരെ അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്നതിന് ഇതിനേക്കാൾ അല്പം കൂടി ശ്രമിച്ചാൽ, അങ്ങനെ അതിൻ്റെ ടൈറ്റിൽ അയാൾക്ക് നേടിയെടുക്കാൻ വേണ്ടി അയാൾ ശ്രമിച്ചാൽ അതെന്താണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് കോമ്പറ്റീഷൻ ആണ്. അതിൻ്റെ ഭാഗമാണ് കോമ്പറ്റീഷൻ. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ടു ഗെയിൻ ദ പൊസഷൻ ഓഫ് സം ഗുഡ് ഓർ സർവീസ് ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ പൊസഷൻ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും ഒരാൾ മറ്റൊരാളുമായിട്ട് എന്ത് ചെയ്യുന്നത്? കോമ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നുണ്ട് ഇറ്റ് ഈസ് ദാറ്റ് ഫോം ഓഫ് ഇന്ററാക്ഷൻ വിച്ച് ഇൻവോൾവ്സ് എ സ്ട്രഗിൾ ഫോർ ഗോൾസ് വിച്ച് ആർ സ്കെയർ ആൻഡ് ആർ ബിലീവ് ടു ബി സ്കെയർ എന്നാണ്. സ്കെയർസ് ആയിട്ടുള്ള എന്താണ്? ഗോൾസ് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? പരസ്പരം സ്ട്രഗിൾ ചെയ്താൽ, അതായത് എങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതും ഇറ്റ്സ് എ പാർട്ട് ഓഫ് എന്ത് തന്നെയാണ്? കോമ്പറ്റീഷൻ ആണ്. എന്താണ് കോമ്പറ്റീഷൻ? ഇറ്റ് ഈസ് ദാറ്റ് ഫോം ഓഫ് ഇന്ററാക്ഷൻ വിച്ച് ഇൻവോൾവ്സ് എ സ്ട്രഗിൾ ഫോർ ഗോൾസ് വിച്ച് ആർ സ്കെയർ ആൻഡ് ആർ ബിലീവ് ടു ബി സ്കെയർ. ഒന്നെങ്കിൽ സ്കെയർ ആവാം, അല്ലെങ്കിൽ സ്കെയർ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യാം? വിശ്വസിക്കാം. അതും ഏതിൻ്റെ ഭാഗം തന്നെയാണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, കോമ്പറ്റീഷൻ ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഇംപേഴ്സണൽ. എന്താണിത്? ഇത് കണ്ടിന്യൂസ് ആണ്. കോമ്പറ്റീഷൻ എന്താണ്?
കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ എന്താണ് ഇത്? ഇംപേഴ്സണൽ ആണ്. ഇംപേഴ്സണൽ ആണ്. ഇറ്റ് ഈസ് നോട്ട് ഡയറക്റ്റഡ് ടു എ പേഴ്സൺ. കേട്ടോ, ഡയറക്റ്റഡ് ടു എ പർട്ടിക്കുലർ പേഴ്സൺ ആണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെയല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് കോമ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? കോമ്പറ്റീഷൻ എന്താണ്? ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കണ്ടിന്യൂസ് പ്രോസസ് ആണ് ആൻഡ് ഇംപേഴ്സണൽ ആണ്. ഇംപേഴ്സണൽ ആണ്. ഓക്കെ, the method of competition was first formulated into an economic law. ഒരു സാമ്പത്തിക ശാസ്ത്രത്തിലെ നിയമത്തിലേക്ക് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ആദം സ്മിത്ത് ആണ്. ആരാണ്? ആദം സ്മിത്ത്. കേട്ടിട്ടുണ്ടല്ലോ, ദ ഫാദർ ഓഫ് എക്കണോമിക്സ്. അതായത് എക്കണോമിക്സിൽ വെൽത്ത് ഡെഫിനിഷൻ നൽകിയ വ്യക്തിയാണ് ആര്? ആരാണ്? ആദം സ്മിത്ത്. ദ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ആരാണ്? ആദം സ്മിത്ത് ആണ്. ദ മെത്തേഡ് ഓഫ് കോമ്പറ്റീഷൻ വാസ് ഫസ്റ്റ് ഫോർമുലേറ്റഡ് ഇൻ ടു ആൻ എക്കണോമിക് ലോ ബൈ ആരാണ്? ആദം സ്മിത്ത്. അദ്ദേഹത്തിന് എങ്ങനെ അറിയപ്പെടും? ഹീസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? വെൽത്ത് ഡെഫിനിഷൻ നൽകിയത് ആരാണ്? ആദം സ്മിത്ത് ആണ്. ഓക്കെ, അപ്പം ദ കോമ്പറ്റീഷൻ ക്ലാസിഫൈഡ് ഇൻ ടു. കോമ്പറ്റീഷനെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഇന്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ. എന്താണ്? ഇന്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ. രണ്ട്, ഇൻട്രാ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ. ഏതാണ്? ഇന്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷനും രണ്ട് ഇൻട്രാ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ. അപ്പൊ എന്താണ് ഇന്റർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു? ഇന്റർ മീൻസ് എന്താണ്? ബിറ്റ്വീൻ. ബിറ്റ്വീൻ. ഇൻട്രാ എന്താണ്? വിത്തിൻ. ആ ഒരു മീനിങ് ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, ഇന്റർ സിറ്റി, രണ്ട് സിറ്റികൾക്കിടയിൽ, അതാണ് ഇന്റർ സിറ്റി. ഇൻട്രാ, ഇൻട്രാ മീൻസ് എന്താണ്? വിത്തിൻ എന്നാണ്. അതാണ് ആ വാക്കിന്റെ അർത്ഥം, വിത്തിൻ. അപ്പൊ നോക്കിക്കേ, എന്താണ് ഇന്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ? ഇറ്റ് ഒക്വേഴ്സ് വെൻ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ടുഗദർ കോമ്പീറ്റ് വിത്ത് അതർ ഗ്രൂപ്പ്സ്. ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇൻ ഓർഡർ ടു കോമ്പീറ്റ് വിത്ത് അതർ ഗ്രൂപ്പ്സ്. മറ്റു ഗ്രൂപ്പുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എന്താ അതിനെ വിളിക്കുന്ന പേര്? ഇന്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ എന്നാണ്. രണ്ട് ഗ്രൂപ്പുകൾക്കിടയിലുള്ള കോമ്പറ്റീഷൻ. അതാണ് ഏത്? ഇന്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ. വൺ ഗ്രൂപ്പ് കോമ്പീറ്റ് വിത്ത് അനദർ ഗ്രൂപ്പ്. അതാണ് ഏത്? ഇന്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ. അപ്പൊ അടുത്ത എന്താ പറഞ്ഞത്? ഇൻട്രാ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ. എന്താണ് ഇൻട്രാ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ? എന്താണ്? ഇറ്റ് ഒക്വേഴ്സ് വെൻ ഇൻഡിവിജ്വൽസ് വർക്ക് ടുഗദർ വിത്തിൻ എ ഗ്രൂപ്പ് കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. ഒരു ഗ്രൂപ്പിലെ ഇൻഡിവിജ്വൽസ് പരസ്പരം കോമ്പീറ്റ് ചെയ്താൽ അവർക്കിടയിലുള്ള കോമ്പറ്റീഷൻ വിളിക്കുന്ന പേരാണെന്ത്? ഇൻട്രാ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ. ഇതാണ് ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ് പരസ്പരം എന്ത് ചെയ്യുവാണ്? കോമ്പീറ്റ് ചെയ്യുവാണ്. രണ്ട് ഗ്രൂപ്പില്ല, ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ് പരസ്പരം കോമ്പീറ്റ് ചെയ്താൽ ആ കോമ്പറ്റീഷൻ വിളിക്കുന്ന പേരെന്താണ്? ഇൻട്രാ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ. എന്താ വിളിക്കുന്നത്? ഇൻട്രാ ഗ്രൂപ്പ് കോമ്പറ്റീഷൻ. അപ്പൊ അങ്ങനെ കോമ്പറ്റീഷൻ നമ്മൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ഇന്റർ ഗ്രൂപ്പ് കോമ്പറ്റീഷനും രണ്ട് ഇൻട്രാ ഗ്രൂപ്പ് കോമ്പറ്റീഷനും. ഓക്കെ, ദെൻ മറ്റൊരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. ദ എക്കണോമിക് കോമ്പറ്റീഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് ദ ഫ്രീ പ്ലേ ഓഫ് ഇൻഡിവിജ്വൽ ബിസിനസ്മാൻ. നമ്മുടെ ഈ ബിസിനസ് ഫീൽഡിലുള്ള കോമ്പറ്റീഷൻ ഉണ്ട് അല്ലേ? എക്കണോമിക് കോമ്പറ്റീഷൻ എന്താണ്? ദ എക്കണോമിക് കോമ്പറ്റീഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് ദ ഫ്രീ പ്ലേ ഓഫ് ഇൻഡിവിജ്വൽ ബിസിനസ്മാൻ വിത്തൗട്ട് എനി സോർട്ട് ഓഫ് ഇന്റർഫിയറൻസ് ഫ്രം പൊളിറ്റിക്കൽ ഓർ ഗവൺമെന്റ്. ദിസ് ഗീവ്സ് റൈറ്റ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് പ്രൈവറ്റ് മോണോപ്പൊളീസ്. അതായത് സ്വകാര്യ കുത്തകകൾ ഉണ്ടാവാനിടയാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? എക്കണോമിക് കോമ്പറ്റീഷനാണ്. അതായത് ചില ആൾക്കാർ, ചില ബിസിനസ്മാൻ എന്താണ്? ഫ്രീ പ്ലേ ആണ്. അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള ഇടപെടലുകളൊന്നും ഇല്ലാതെ അവർ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും? എക്കണോമിക് കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതെന്തിലേക്ക് നയിക്കും? പ്രൈവറ്റ് മോണോപ്പൊളീസിലേക്ക് നയിക്കും. പൊതുവെ നമ്മൾ ഈ ജിയോ പോലുള്ള നെറ്റ്വർക്കിൽ നമ്മൾ കാണുന്നതാണ് അല്ലേ? മുമ്പ് BSNL ഉണ്ടായിരുന്നു, അപ്പോഴത്തേക്കാണ് ജിയോ എന്നത്. അവരാദ്യം വളരെ കുറഞ്ഞ, ആദ്യം ഫ്രീ ആയിട്ട് കുറച്ച് നാളത്തേക്ക് ഇന്റർനെറ്റൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി കൊടുത്തു. പിന്നീട് അവർ ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ചു. അത് പിന്നീട് ദിനം പ്രതി എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുവാണ്? അവർ കൂട്ടിക്കൊണ്ടേയിരിക്കുവാണ്.
അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് ബിസിനസ്മെൻ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയാൽ അത് എന്തിലേക്ക് നയിക്കും? പ്രൈവറ്റ് മോണോപ്പൊളീസിലേക്ക് നയിക്കും, സ്വകാര്യ കുത്തകയിലേക്ക് നയിക്കും. കാര്യം അവർ പിന്നീട് അവർ തീരുമാനിക്കും, കാര്യങ്ങൾ അവർ ഡിസൈഡ് ചെയ്യും. ഓക്കെ, അത് ഏതിൻ്റെ ഭാഗമാണ്? ഇറ്റ്സ് എ പാർട്ട് ഓഫ് എക്കണോമിക് കോമ്പറ്റീഷൻ ആണ്, എക്കണോമിക് കോമ്പറ്റീഷൻ. ഓക്കെ, നോക്കിക്കേ, കോമ്പറ്റീഷൻ പ്രൊഡ്യൂസേഴ്സ് ബോത്ത് സോഷ്യലി ഡിസൈറബിൾ ആൻഡ് അൺഡിസൈറബിൾ എഫക്ട്സ് എന്നാണ്. നമ്മൾ പൊതുവേ നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിൽ കോമ്പറ്റീഷൻ ഉണ്ടാവണോ? അല്ലെ, സോഷ്യൽ അല്ല, എക്കണോമിക് സിസ്റ്റത്തിൽ കോമ്പറ്റീഷൻ വേണോ? വേണോന്ന് ചോദിച്ചാൽ വേണം, വേണ്ടേന്ന് ചോദിച്ചാൽ വേണ്ട. അതാണ് പറഞ്ഞത്. എന്താണ്? കോമ്പറ്റീഷൻ പ്രൊഡ്യൂസേഴ്സ് ബോത്ത് സോഷ്യലി ഡിസൈറബിൾ ആൻഡ് അൺഡിസൈറബിൾ എഫക്ട്സ് എന്നാണ്. ഇറ്റ് ലീഡ്സ് ടു മെനി ന്യൂ ഇൻവെൻഷൻ. കോമ്പറ്റീഷൻ വരുമ്പോഴാണ് എന്താണ്? പുതിയ കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ട്രെമൻഡസ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നത്, ക്വാളിറ്റി വർദ്ധിക്കുന്നത്, ആൻഡ് ഡ്യൂറബിലിറ്റി ഓഫ് ദ പ്രോഡക്ട്സ്, പ്രോഡക്റ്റിന്റെ ഈട് അതൊക്കെ വർദ്ധിക്കുന്നത് കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ടാണ്. ആൻഡ് പ്രൊനൗൺസ്ഡ് ഇൻക്രീസ് ഇൻ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ്. ഓക്കെ, ഗുഡ്സിന്റെ ലഭ്യത വിപണിയിൽ വർദ്ധിക്കുന്നത് എന്തുള്ളതുകൊണ്ടാണ്? കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു പരിധിവരെ എന്താണ്? നല്ലതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പരസ്പരം കമ്പനികളായിക്കോട്ടെ പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കസ്റ്റമേഴ്സിന് ന്യായമായ വിലക്ക് പ്രോഡക്ട്സുകൾ, അത് ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ ലഭിക്കുന്നത്. ഓക്കെ, പരസ്പരം കോമ്പീറ്റ് ചെയ്യാതെ വന്നാൽ അത് എന്തിലേക്ക് നയിക്കും? മോണോപ്പൊളിയിലേക്ക് നയിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിയോക്കാരൻ തീരുമാനിക്കുന്ന പ്രൈസിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മൊബൈൽ ഉൾപ്പെടെയുള്ള മൊബൈൽ കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടിട്ട് വരും? എടുക്കേണ്ടതായിട്ട് വരും. അപ്പം മോണോപ്പൊളി കോമ്പറ്റീഷൻ ഇല്ല എങ്കിൽ പൊതുവെ എന്തിലേക്ക് നയിക്കും? മോണോപ്പൊളി എന്ന് പറയുന്ന ആ ഒരു എക്കണോമിക് സിസ്റ്റത്തിലേക്ക് വരും. ഓക്കെ, എക്കണോമിക് സിസ്റ്റം അല്ല, എക്കണോമിക് അവസ്ഥയിലേക്ക് വരും. അതൊരിക്കലും നമ്മളെ സംബന്ധിച്ച്, അതായത് കസ്റ്റമറിനെ സംബന്ധിച്ച് ഒരിക്കലും നല്ലതല്ല. ഓക്കെ, അപ്പം അതുകൊണ്ടൊരു കോമ്പറ്റീഷൻ ഒരു പരിധി വരെ നല്ലതാണ്. എന്നാൽ മാത്രമാണ് ദെൻ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ന്യായമായ വിലക്ക് ആരിലേക്ക് എത്തത്തുള്ളൂ? കസ്റ്റമറിലേക്ക് എത്തത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതും നമ്മൾ ഈ ഒരു എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കോമ്പറ്റീഷൻ കൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? കോൺഫ്ലിക്റ്റ് ആണ്. കോമ്പറ്റീഷൻ ഞാൻ പറഞ്ഞു, അടുത്തേതാണ്? കോൺഫ്ലിക്റ്റ് ആണ്. ഇപ്പം എന്താണ് കോൺഫ്ലിക്റ്റ്? പറയുന്നുണ്ട്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സീക്കിംഗ് ടു ഒബ്റ്റെയിൻ റിവാർഡ്. സീക്കിംഗ് ടു ഒബ്റ്റെയിൻ റിവാർഡ്, നേട്ടം നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ബൈ എലിമിനേറ്റിംഗ്, ഇല്ലാതാക്കുക, ഓർ വീക്കനിങ്, ദുർബലപ്പെടുത്തുക ദ കോമ്പറ്റീറ്റേഴ്സ്. എങ്ങനെയാണ്? കോമ്പറ്റീറ്റേഴ്സിനെ ഇല്ലാതാക്കിക്കൊണ്ടോ വീക്കൻ ദൗർബല്യപ്പെടുത്തിക്കൊണ്ടോ ദെൻ ഒരു റിവാർഡ് ഒബ്റ്റെയിൻ ചെയ്താൽ, ഒരു ബെനഫിറ്റ് നേടിയെടുത്താൽ അതിന് വിളിക്കുന്ന പേരെന്താണ്? ഇത് കോൺഫ്ലിക്റ്റ് ആണ്. കോൺഫ്ലിക്റ്റ് ആണ്. ഓക്കെ, അതിന്റെ ഉദ്ദേശം പറഞ്ഞു എന്താണ്? എലിമിനേറ്റിംഗ് ഓർ വീക്കനിങ് ദ കോമ്പറ്റീറ്റേഴ്സ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അൺഫ്രണ്ട്ലി ഫോം ഓഫ് കോമ്പറ്റീഷൻ. നമ്മൾ ഫ്രണ്ട്ലി കോമ്പറ്റീഷനും ആവാം, അൺഫ്രണ്ട്ലി കോമ്പറ്റീഷനും ആവാം, അല്ലേ? പക്ഷേ ഇവിടെ നമ്മൾ കോൺഫ്ലിക്റ്റിന്റെ കേസ് പറയുന്നത് എന്താണ്? ഇതൊരു അൺഫ്രണ്ട്ലി ആണ്, അൺഫ്രണ്ട്ലി ഫോം ഓഫ് കോമ്പറ്റീഷൻ ആണ്. വെയർ ബൈ വൺ പാർട്ടി ട്രൈസ് ടു അറ്റൈൻ ഹിസ് ഗോൾ ബൈ ഡിസ്ട്രോയിങ് ദ റൈവൽസ്. അതായത് എതിരാളികളെ ഇല്ലാതാക്കിക്കൊണ്ട് തൻ്റെ ലക്ഷ്യം നേടിയെടുക്കുവാനാണ് കോൺഫ്ലിക്റ്റിൽ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരു അൺഫ്രണ്ട്ലി കോമ്പറ്റീഷൻ ആണ് ഏത്? കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷൻ എതിരാണ് ഏത്? കോൺഫ്ലിക്റ്റ്. ഓക്കെ, കോൺഫ്ലിക്റ്റ് മേ ലീഡ് ടു ആന്റഗോണിസം, വയലൻസ് ഓർ ത്രെറ്റ് ടു പീസ് ആണ്. ഇത് ആന്റഗോണിസത്തിലേക്ക് നയിക്കാം, വയലൻസിലേക്ക് നയിക്കാം, ദെൻ ഇറ്റ് ഈസ് എ ത്രെറ്റ് ടു പീസ് ആണ്. നമ്മുടെ സമാധാനപരമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിനെതിരെയുള്ള ഒരു ഭീഷണിയാണ് ഏത്? കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. കോൺഫ്ലിക്റ്റ് അപ്പൊ എന്താണ്? കോൺഫ്ലിക്റ്റ് മേ ലീഡ് ടു ആന്റഗോണിസം, വയലൻസ് ഓർ ത്രെറ്റ് ടു പീസ്. ഓക്കെ, കോൺഫ്ലിക്റ്റ് ഈസ് ഓൾസോ റിഗാർഡഡ് ആസ് നോൺ അസോസിയേറ്റീവ് സോഷ്യൽ. നമ്മൾ പറഞ്ഞു അല്ലേ, എന്താണ് കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റ് എന്താണ്? ഡിസോസിയേറ്റീവ് ആണ്, ഡിസ്ജങ്റ്റീവ് ആണ്. അപ്പൊ അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഈസ് ഓൾസോ റിഗാർഡഡ് ആസ് നോൺ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസ് ആണ്. നോൺ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ടു ഓർ മോർ പേഴ്സൺ ഓർ ഗ്രൂപ്പ്സ്. ഇതാണ് ഇറ്റ് ഈസ് ദ പ്രോസസ്, ഇതൊരു പ്രോസസ് ആണ്.
ബൈ വിച്ച് 2 or more പേഴ്സൺസ്, രണ്ടോ അതിലധികമോ വ്യക്തികൾ, ഓർ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ്, ട്രൈ ടു പ്രിവെന്റ് ഓർ ത്രെറ്റ് ദ അറ്റൈൻമെന്റ് ഓഫ് സർട്ടൺ ഒബ്ജക്റ്റീവ്സ് ബൈ അതേഴ്സ് ഈവൻ ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ഇൻജറിങ് ദം എന്നാണ്. മറ്റുള്ളവർക്ക് ശാരീരികപരമായിട്ടോ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് തൻ്റെ സ്വാർത്ഥപരമായ നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരാൾ ശ്രമിച്ചാൽ അതെന്തിലേക്ക് നയിക്കും? അതൊരിക്കലും കോമ്പറ്റീഷൻ അല്ല, അതെന്ത് തന്നെയാണ്? കോൺഫ്ലിക്റ്റ് തന്നെയാണ്. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് 2 or more പേഴ്സൺ ഓർ ഗ്രൂപ്പ്സ് ട്രൈ ടു പ്രിവെന്റ്, തടസ്സപ്പെടുത്തുക, ഓർ ത്രെട്ട്, ഭീഷണിപ്പെടുത്തുക, ദ അറ്റൈൻമെന്റ് ഓഫ് സർട്ടൺ ഒബ്ജക്റ്റീവ്സ്, ചില ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട്, ബൈ എന്താണ്? ഈവൻ ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ഇഞ്ചറിങ് ദം, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന ഉൾപ്പെടെ. മുറിവേൽപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ശാരീരികമായിട്ട് മുറിവേൽപ്പിക്കുന്ന നിർബന്ധമില്ല, ഇല്ലേ? നമുക്ക് മാനസികപരമായിട്ട് ഒരാളെ വേദനിപ്പിക്കാം. അപ്പൊ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ എവിടെ എടുക്കുന്നുണ്ട്? കോൺഫ്ലിക്റ്റിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, കോസസ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആർ മെയിൻലി ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. കോൺഫ്ലിക്റ്റിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? വ്യക്തിപരമായ വ്യത്യാസങ്ങളാവാം, സാംസ്കാരികപരമായിട്ടുള്ള വ്യത്യാസങ്ങളാവാം, ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ്, താല്പര്യത്തിലുള്ള വ്യത്യാസമാവാം, അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ച് ആവാം. എന്തൊക്കെയാവാം? കോസസ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആവാം, കൾച്ചറൽ ഡിഫറൻസ് ആവാം, ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ആവാം, സോഷ്യൽ ചേഞ്ച് ആവാം. ഓക്കെ, കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് മേ ബി ഇന്റേണൽ ആവാം, എക്സ്റ്റേണൽ ആവാം. എന്തൊക്കെയാവാം? ഇറ്റ് മേ ബി ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആവാം. ഓക്കെ, ഇറ്റ് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് കോമ്പറ്റീഷൻ. ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കണം. കോൺഫ്ലിക്റ്റ് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷന്റെ ഒരു പരിണിത ഫലമാണ് ഏത്? കോൺഫ്ലിക്റ്റ്. കോമ്പറ്റീഷൻ കൂടി വരുമ്പം എങ്ങനെയെങ്കിലും അയാളെ ഇല്ലാതാക്കിക്കൊണ്ട്, ആ ഒരു റൈവൽസ് എന്ന് പറയുന്ന റൈവൽറി ഇല്ലാതാക്കിക്കൊണ്ട് ആ ഒരു നേട്ടം നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? കോൺഫ്ലിക്റ്റ് വരുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്, ഇറ്റ് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് കോമ്പറ്റീഷൻ ആണ്. കോമ്പറ്റീഷൻ ആണ് എന്തിലേക്ക് നയിക്കുന്നത്? കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഓൾവേസ് കോൺഷ്യസ്, ഇത് എപ്പോഴും ബോധപൂർവമാണ്. ആൻഡ് ഇൻവോൾവ്സ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ് കേട്ടോ. എന്താണ്? ഇറ്റ് ഓൾവേസ് കോൺഷ്യസ്. ഇതെല്ലായ്പ്പോഴും കോൺഫ്ലിക്റ്റ് എന്താണ്? ഇറ്റ് ഈസ് ഓൾവേസ് കോൺഷ്യസ് ആണ്. എന്താ പറയുക, സ്വബോധത്തോടു കൂടിയാണ് നമ്മൾ കോൺഫ്ലിക്റ്റിൽ ഏർപ്പെടുന്നത്. ആൻഡ് ഇൻവോൾവ്സ്, എന്തുകൂടെയുണ്ട്? ഇൻവോൾവ്സ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എന്തുണ്ട്? ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എവിടെ വേണം? കോൺഫ്ലിക്റ്റിൽ ഉണ്ടാവണം. കോൺഫ്ലിക്റ്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഫീച്ചറാണത്. എന്താണ്? ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ദെൻ കോൺഫ്ലിക്റ്റ് ഈസ് എ കോൺഷ്യസ് ആക്ഷൻ ആസ് വെൽ ആസ് ഒരു പേഴ്സണൽ ആക്ടിവിറ്റിയും കൂടിയാണ് കേട്ടോ. ഇത് അതും ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് ആക്ഷൻ ആണ്. അതുകൂടാതെ ഇതെന്തും കൂടിയാണ്? ഇതൊരു പേഴ്സണൽ ആക്ടിവിറ്റിയും കൂടിയാണ്. ഇറ്റ് ഓൾസോ എ പേഴ്സണൽ ആക്ടിവിറ്റി. ഒരു പേഴ്സണൽ ആക്ടിവിറ്റിയും കൂടിയാണ് ഇത് കോൺഫ്ലിക്റ്റ്. ഇറ്റ് ലാക്സ് കണ്ടിന്യൂറ്റി. ഇതിനെന്തില്ല? കണ്ടിന്യൂറ്റി ഇല്ല. ബട്ട് ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഫിനോമിന. പക്ഷേ നമ്മൾ എവിടെയായാലും എന്തുണ്ട്? കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, അല്ലേ? എന്താണ്? ഇറ്റ് ലാക്സ് കണ്ടിന്യൂറ്റി. എന്തില്ല ഇതിന്? കണ്ടിന്യൂറ്റി ഇല്ല. ബട്ട് ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഫിനോമിന. ഇതൊരു യൂണിവേഴ്സൽ ഫിനോമിനയാണ് ഇത് കോൺഫ്ലിക്റ്റ്. അപ്പൊ ആ കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ചുള്ള ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കണം. ഒന്ന്, ഇറ്റ് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് കോമ്പറ്റീഷൻ ആണ്. രണ്ട്, ഇതൊരു പേഴ്സണൽ ആക്ടിവിറ്റി ആണ്, കോൺഷ്യസ് ആക്ടിവിറ്റി ആണ്, ഇറ്റ് ലാക്സ് കണ്ടിന്യൂറ്റി ആണ്. ഓക്കെ, ആ ഒരു പോയിന്റ് ഒക്കെ ഇതുമായിട്ട് കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കോൺഫ്ലിക്റ്റ് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ഏതാണ്? കോമ്പറ്റീഷൻ ആണ്. ആ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഫ്ലിക്റ്റ് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് കോമ്പറ്റീഷൻ. നോക്കിക്കേ, ഇത് നമ്മളുടെ പ്രധാനപ്പെട്ട വ്യത്യാസം നോക്കിയേ. ഒന്ന്, കോമ്പറ്റീഷൻ. എന്താ കോമ്പറ്റീഷൻ? ഇത് ഇംപേഴ്സണൽ ആണ്. ഇംപേഴ്സണൽ ആണ് കോമ്പറ്റീഷൻ. നേരെ മറിച്ച് കോൺഫ്ലിക്റ്റ് എന്താണ്? ഇതൊരു പേഴ്സണൽ ആക്ടിവിറ്റി ആണ് കോൺഫ്ലിക്റ്റ്. കോമ്പറ്റീഷൻ ഇംപേഴ്സണൽ ആണ്, കോൺഫ്ലിക്റ്റ് ഇതൊരു പേഴ്സണൽ ആക്ടിവിറ്റി ആണ്. രണ്ട്, നോ പേഴ്സണൽ കോണ്ടാക്ട് ബിറ്റ്വീൻ കോമ്പറ്റീറ്റീവ്സ്. കോമ്പറ്റേറ്റേഴ്സിനിടയിൽ എന്തില്ല? പേഴ്സണൽ കോണ്ടാക്ട് ഇല്ല. പക്ഷേ കോൺഫ്ലിക്റ്റിൽ എന്താണ്? ഓപ്പണൻസ് ഹാവ് ഹോസ്റ്റൈൽ പേഴ്സണൽ കോണ്ടാക്ട്. ഇവിടെ എന്തുണ്ട്?
പേഴ്സണൽ കോണ്ടാക്ട് ഉണ്ട്. എവിടെയാണ്? കോൺഫ്ലിക്റ്റില്. ഇവിടെ എന്താണ്? നോ പേഴ്സണൽ കോണ്ടാക്ട്. ഇംപേഴ്സണൽ ആണ് കോമ്പറ്റീഷൻ, പക്ഷേ പേഴ്സണൽ ആണ് ഏത്? കോൺഫ്ലിക്റ്റ്. അടുത്തത് കണ്ടിന്യൂസ് പ്രോസസ്. കോമ്പറ്റീഷൻ എന്താണ്? കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ദെൻ ഇതെന്താണ്? നോട്ട് എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരു കണ്ടിന്യൂസ് പ്രോസസ് അല്ല. ഏത്? ഇറ്റ് ലാക്സ് കണ്ടിന്യൂറ്റി എന്നാണ്. കണ്ടിന്യൂറ്റി ഇല്ല എവിടെ? കോൺഫ്ലിക്റ്റിന്. പക്ഷേ കോമ്പറ്റീഷൻ എന്താണ്? ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അടുത്തത് സ്ട്രിക്ട്ലി ഫോളോ സോഷ്യൽ നോംസ്. നമ്മൾ സൊസൈറ്റിയിൽ ഫോളോ ചെയ്യേണ്ട നോംസുകളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഏത്? കോമ്പറ്റീഷൻ. പക്ഷേ ഇറ്റ് വയലേറ്റ് ആൻഡ് ഇഗ്നോർസ് സോഷ്യൽ നോംസ്. സമൂഹത്തിലെ നോംസുകളൊന്നും പാലിക്കപ്പെടുന്നില്ല, അതിനെ ഇഗ്നോർ ചെയ്യുന്നു, അവഗണിക്കുന്നു. ഏതില്? കോൺഫ്ലിക്റ്റില്. സോഷ്യൽ നോംസ് കൺസിഡർ ചെയ്യുന്ന എവിടെയാണ്? കോമ്പറ്റീഷനാണ്. ഇഗ്നോർ ചെയ്യുന്ന എവിടെയാണ്? കോൺഫ്ലിക്റ്റിലാണ്. ഓക്കെ. ദെൻ അടുത്തത് ഇറ്റ് ഈസ് എ അൺകോൺഷ്യസ് പ്രോസസ്. ഏതാണ് അൺകോൺഷ്യസ് പ്രോസസ്? ഏതാണ്? കോമ്പറ്റീഷൻ അൺകോൺഷ്യസ് ആണ്. അൺകോൺഷ്യസ്, സ്വഭാവത്തോടു കൂടിയല്ല കേട്ടോ, ബോധത്തോടുകൂടി, ബോധമനസ്സോടുകൂടിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താണ്? ഇത് അൺകോൺഷ്യസ് പ്രോസസ് ആണ്. പക്ഷേ കോൺഫ്ലിക്റ്റ് എന്താണ്? ഇതൊരു കോൺഷ്യസ് പ്രോസസ് ആണ്, കോൺഷ്യസ് ആണ്. ഓക്കെ. ദെൻ അടുത്തത് അറ്റൻഷൻ ഈസ് ഫോക്കസ്ഡ് ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ബേസിക് ഗോൾ. അടിസ്ഥാന ലക്ഷ്യത്തിന്റെ നേടിയെടുക്കലാണ് കോമ്പറ്റീഷന്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ. ഇവിടെ എന്താണ്? അറ്റൻഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഈസ് ഡൈവേർട്ടഡ് ഫ്രം ദ ബേസിക് ഗോൾസ് ടു ഡിഫീറ്റിംഗ് ഓപ്പണൻസ് എന്നാണ്. അതായത് ഗോള് നേടിയെടുക്കുന്നതെന്ന്, അല്ലെങ്കിൽ ഗോളിന്റെ നേട്ടം, അതായത് ഒബ്ജക്റ്റീവിന്റെ നേട്ടം പിന്നീട് സെക്കൻഡറി ആവുകയാണ്. കോൺഫ്ലിക്റ്റിൽ പിന്നീട് മെയിൻ ആയിട്ട് വരുന്നത് എങ്ങനെയെങ്കിലും തൻ്റെ ഓപ്പണൻസ്, എതിരാളിയെ എന്ത് ചെയ്യണം? കീഴ്പ്പെടുത്തണം, അല്ലെങ്കിൽ ഇല്ലാതാക്കണം. ആ ഒരു രീതിയിലേക്ക് ഏത് മാറുന്നു? കോൺഫ്ലിക്റ്റ് മാറുന്നു. ഓക്കെ. ഇവിടെ അങ്ങനെയല്ല. എന്നിരുന്നാലും കോമ്പറ്റീഷൻ ആണെങ്കിലും അറ്റൈൻമെന്റ് ഓഫ് ഗോൾ തന്നെയാണ് ഇവിടുത്തെ ഒബ്ജക്റ്റീവ്. ദെൻ കോൺഫ്ലിക്റ്റ് വരുമ്പോഴത്തേക്കും അത് അറ്റൈൻമെന്റ് ഓഫ് ഗോൾ എന്നുള്ളത് സെക്കൻഡറി ആയിട്ട് മാറുകയാണ്. അവിടെ പ്രധാനമായിട്ടും ഹൗ ടു ഡിഫീറ്റ് ദ കോമ്പറ്റീറ്റേഴ്സ് ആയി, എങ്ങനെ അവനെ ഇല്ലാതാക്കണം, എങ്ങനെ അവനെ പരാജയപ്പെടുത്തണം എന്ന ഒരു എക്സ്ട്രീം അവസ്ഥയിലേക്ക് ഏത് മാറും? കോൺഫ്ലിക്റ്റ് മാറും. ഓക്കെ. ഇതാണ് പ്രധാനമായിട്ടും കോമ്പറ്റീഷൻ്റെയും കോൺഫ്ലിക്റ്റിൻ്റെയും പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ ഇംപേഴ്സണൽ ആണ്, കോൺഫ്ലിക്റ്റ് പേഴ്സണൽ ആണ്. കോമ്പറ്റീഷന് കണ്ടിന്യൂറ്റി ഉണ്ട്, ബട്ട് ഇറ്റ് ലാക്സ് കണ്ടിന്യൂറ്റി. കോൺഫ്ലിക്റ്റിൽ എന്തില്ല? കണ്ടിന്യൂറ്റി ഇല്ല. ദെൻ ഒരു അൺകോൺഷ്യസ് പ്രോസസ് ആണ് കോമ്പറ്റീഷൻ, കോൺഷ്യസ് പ്രോസസ് ആണ് ഏത്? കോൺഫ്ലിക്റ്റ്. ദെൻ അറ്റൈൻമെന്റ് ഓഫ് ഗോൾ ആണ് ഏതിൻ്റെ? പ്രധാനപ്പെട്ട ഉദ്ദേശം കോമ്പറ്റീഷൻ്റെ. അവിടെ അങ്ങനെയല്ല. അറ്റൈൻമെന്റ് ഓഫ് ഗോൾ സെക്കൻഡറി ആയിട്ട് മാറുന്നു. എന്ത് മെയിനിലേക്ക് വരുന്നു? ബേസിക് ഗോൾ ഈസ് ടു ഡിഫീറ്റിംഗ് ദ ഓപ്പണൻസിലേക്ക് മാറുന്നു. അപ്പോൾ ഓർത്ത് വെക്കേണ്ട സിമ്പിൾ പോയിന്റ് ഇത്രയേ ഉള്ളൂ. കോൺഫ്ലിക്റ്റ് ഈസ് ദ റിസൾട്ട് ഓഫ്, അല്ലെങ്കിൽ കോൺസിക്വൻസ് ഓഫ് ഏത് തന്നെയാണ്? കോമ്പറ്റീഷനാണ്. അപ്പോൾ ആ രണ്ട് എലമെന്റ് ആണ് പറഞ്ഞത്. കോമ്പറ്റീഷനും പറഞ്ഞു, കോൺഫ്ലിക്റ്റും പറഞ്ഞു. തേർഡ് വൺ നോക്കിയേ, കോപ്പറേഷൻ. എന്താണ് കോപ്പറേഷൻ? നോക്കിയേ, വെൻ two or more people have a common goal that they work together to accomplish is known as cooperation എന്നാണ്. എന്താണ്? രണ്ടോ അതിലധികമോ ആൾക്കാർക്ക് ഒരു പൊതുവായ ലക്ഷ്യമുണ്ട്. രണ്ടോ അതിലധികമോ ആൾക്കാർക്ക് ഒരു പൊതുവായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് വർക്ക് ടുഗദർ, അവർ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ അതിനെയാണ് എന്തായിട്ട് വിളിക്കുന്നത്? കോപ്പറേഷൻ. അതിനെയാണ് എന്തായിട്ട് വിളിക്കുന്നത്? കോപ്പറേഷൻ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എന്താ? കോപ്പറേഷൻ എന്താണ്? അസോസിയേറ്റീവ് പ്രോസസ് എന്ന് പറഞ്ഞത്. ഓക്കെ. കോപ്പറേഷൻ ഈസ് എ ഫോം ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. മറ്റൊരു കാര്യം പറയാം, കോപ്പറേഷൻ ഈസ് എ ഫോം ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ വേർ ഇൻ 2 or more person, രണ്ടോ അതിലധികമോ ആൾക്കാർ വർക്ക് ടുഗദർ ടു ഗെയിൻ എ കോമൺ എൻഡ്, ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചാലും അതെന്ത് തന്നെയാണ്? കോപ്പറേഷനാണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് കമ്പൈൻ ദെയർ എഫോർട്ട് ഇൻ എ മോർ ഓർ ലെസ് ഓർഗനൈസ്ഡ് വേ ഫോർ ദ അറ്റൈൻമെന്റ് ഓഫ് കോമൺ ഒബ്ജക്റ്റീവ് എന്നാണ്. പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് രണ്ടോ അതിലധികമോ വ്യക്തികളോ ഗ്രൂപ്പോ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാൽ അതിന് വിളിക്കുന്ന പേരെന്ത് തന്നെയാണ്? കോപ്പറേഷനാണ്.
ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്, കോപ്പറേഷൻ എന്താണ്? അസോസിയേറ്റീവ് ആണ്. ആ വാക്കിന്റെ ഒറിജിൻ അങ്ങനെയല്ലേ? The word cooperation is derived from ഏത് വേർഡാ? ലാറ്റിൻ വേർഡ് കോ ഓപ്പറാരി. കോ മീൻസ് വിത്ത്, ഓപ്പറാരി മീൻസ് ടുഗദർ. അതായത് സോ കോപ്പറേഷൻ മീൻസ് എന്താണ്? വർക്കിംഗ് ടുഗദർ ഫോർ എ കോമൺ ഗോൾ എന്നാണ്. പൊതുവായ ലക്ഷ്യം നേടിയെടുക്കുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? കോപ്പറേഷൻ. ഓക്കെ, അക്കോർഡിംഗ് ടു പോൾ ലാംബർട്ട്. പോൾ ലാംബർട്ട് എന്ന് പറയുന്നത് എ കോപ്പറേറ്റർ ഫ്രം ബെൽജിയം ആണ് കേട്ടോ. ബെൽജിയത്തിലെ ഒരു കോപ്പറേറ്റർ ആണ് ആര്? പോൾ ലാംബർട്ട്. അവർ പറഞ്ഞെന്താ? അദ്ദേഹം പറഞ്ഞ ഇതാണ്, കോപ്പറേഷൻ ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ നോട്ട് എഗെയിൻസ്റ്റ് അതർ. കേട്ടോ, ഒരിക്കലും കോപ്പറേഷൻ എന്തല്ല? എഗെയിൻസ്റ്റ് വൺ അനദർ അല്ല, ബട്ട് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരോട് കൂടി. എന്താണ്? മറ്റുള്ളവരുമായിട്ട് ചേർന്നുകൊണ്ട് എന്താണോ ഗോള് അത് നേടിയെടുക്കുന്നതിനാണ് എന്തായിട്ട് വിളിക്കുന്നത്? പോൾ ലാംബർട്ട് കോപ്പറേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, എന്താ പറഞ്ഞത്? കോപ്പറേഷൻ ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ നോട്ട് എഗെയിൻസ്റ്റ് അതർ. പരസ്പരമല്ല. എങ്ങനെയാണ്? ഒരാൾ മറ്റൊരാൾക്കെതിരെയല്ല, ഒരാൾ മറ്റൊരാളെ ഇല്ലാതാക്കിക്കൊണ്ടല്ല ഡെവലപ്പ് ചെയ്യുന്നത്. ബട്ട് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് ഒരേപോലെ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് എന്തായിട്ട് വിളിക്കുന്നത്? കോപ്പറേഷൻ എന്ന് വിളിക്കുന്നത്. ആര് പറഞ്ഞതാണ്? പോൾ ലാംബർട്ട്. ഹി ബിലോങ്സ് ടു ഏതാണ്? ബെൽജിയം. ഓക്കെ, അടുത്തത് കോപ്പറേഷൻ ഈസ് ഡെമോക്രസി ഇൻ എക്കണോമിക്സ് വിച്ച് സീക്സ് ടു റെഗുലേറ്റ് ദ സിസ്റ്റം ഇന്റേണലി ഫ്രം ബോട്ടം ത്രൂ എ ഫെഡറൽ ടൈപ്പ് ഓഫ് സിസ്റ്റം ആണ്. ഫെഡറൽ ടൈപ്പ് എന്ന് പറയുന്നത് പ്രൈമറി ഉണ്ടാവും, സെൻട്രൽ ഉണ്ടാവും, അപ്പെക്സ് ഉണ്ടാവും. ഇവർക്കിടയിൽ പരസ്പരം ഒരു ധാരണയും ഒരു കോർഡിനേഷനും ഉണ്ടാവണം. അതെവിടെയുണ്ട്? കോപ്പറേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കോപ്പറേഷൻ എന്താണ്? ഈസ് ഡെമോക്രസി ഇൻ എക്കണോമിക്സ് വിച്ച് സീക്സ് ടു റെഗുലേറ്റ് ദ സിസ്റ്റം. എങ്ങനെയാ? ഇന്റേണലി ഫ്രം ബോട്ടം ത്രൂ എ ഫെഡറൽ ടൈപ്പ് സിസ്റ്റം. അതും കോപ്പറേഷൻ തന്നെയാണ്. അടുത്തത് കോപ്പറേറ്റീവ്സ് ആർ സോഷ്യൽ ഓർഗനൈസേഷൻ ബേസ്ഡ് ഓൺ മ്യൂച്വൽ എയ്ഡ് ആൻഡ് ദേ ഡു നോട്ട് ഇമിറ്റേറ്റ്. മ്യൂച്വൽ എയ്ഡ് കേട്ടോ, മ്യൂച്വൽ എയ്ഡ് പരസ്പര സഹായമാണ്. ആൻഡ് ദേ ഡു നോട്ട് ഇമിറ്റേറ്റ്, അവർ ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല. എന്താണ്? പ്രൈസ് ആൻഡ് മാർക്കറ്റ് കൾച്ചർ. പ്രൈസ് ആൻഡ് മാർക്കറ്റ് കൾച്ചർ അതിനെ ഇമിറ്റേറ്റ് ചെയ്യാതെ മ്യൂച്വൽ എയ്ഡിൽ വിശ്വസിക്കുന്ന ഒരു സോഷ്യൽ ഓർഗനൈസേഷനാണ് ഏത്? കോപ്പറേറ്റീവ്സ്. അത് മറ്റൊരു രീതിയിൽ കോപ്പറേഷന് പറയുന്നതാണ്. ദെൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, കോപ്പറേറ്റീവ്സ് ആർ പ്രൈമറി ഗ്രൂപ്പ്സ്. എന്താണിത്? പ്രൈമറി ഗ്രൂപ്പ്സ് ആണ്. ഇൻ വിച്ച് എവരി വൺ നോസ് എവരി വൺ എൽസ് ആൻഡ് ഇൻ വിച്ച് all relations are personal and interpersonal. The most elementary process of social life ആണ് കേട്ടോ. നമ്മൾ ഒരു സൊസൈറ്റിയെ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ ഡെഫിനിഷനകത്ത് ഉൾപ്പെടുത്തിയ ഒരു എലമെന്റ് ഏതാണ്? കോപ്പറേഷൻ ആണ്. കോപ്പറേഷൻ ഈസ് ദ ഓൺലി സോഷ്യൽ പ്രോസസ് വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് സൊസൈറ്റി. അപ്പം നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ഏതാണ്? കോപ്പറേഷൻ ആണ്. ദെൻ കോപ്പറേഷൻ ഈസ് എ സെൽഫ് ഗവേണിംഗ് എക്കണോമിക് സിസ്റ്റം. സെൽഫ് ഗവേണിംഗ് എക്കണോമിക് സിസ്റ്റം കേട്ടോ, സെൽഫ് ഗവേണിംഗ് എക്കണോമിക് സിസ്റ്റം ആണ്. നമ്മൾ കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എക്കണോമിക് സിസ്റ്റം പഠിക്കുമല്ലോ. ക്യാപിറ്റലിസം ഉണ്ട്, സോഷ്യലിസം ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് മിക്സഡ് എക്കോണമി ഉണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു എക്കണോമിക് സിസ്റ്റമാണ് ഏത്? കോപ്പറേഷൻ. ഓക്കെ, വിച്ച് ആക്ട് ആസ് ആൻ ഈക്വലൈസർ ബിറ്റ്വീൻ, ഏർക്കിടയിലാണ് ഒരു ബാലൻസിങ് ഫാക്ടർ ബിറ്റ്വീൻ ഏതാണ്? ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം ആണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഇതൊരു സെൽഫ് ഗവേണിംഗ് എക്കണോമിക് സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം, കോപ്പറേഷനെ പറയാം. ഓക്കെ, എന്താണ് കോപ്പറേഷൻ്റെ ബെനിഫിറ്റ്സ്? എന്താണ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് കോപ്പറേഷൻ? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് കോപ്പറേഷൻ? എന്താണ് കോപ്പറേഷൻ്റെ പ്രാധാന്യം? കോപ്പറേഷൻ ഹെൽപ്സ് പീപ്പിൾ ടു പെർഫോം ദെയർ വർക്ക് എഫിഷ്യൻ്റ്ലി ത്രൂ ദ സപ്പോർട്ട് ഓഫ് അതേഴ്സ്. അല്ലേ? മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ഒരാൾക്ക് തൻ്റെ ജോലി ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാൻ എവിടെ സഹായിക്കും? കോപ്പറേഷൻ സഹായിക്കും. ഓക്കെ, ഇവിടെ പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്നില്ല. മറ്റൊരാളുടെ സേവനം എപ്പോഴും ഒരാൾക്ക് അവൈലബിൾ ആയിരിക്കും. രണ്ട്, കോപ്പറേഷൻ ബ്രിങ്സ് പീസ് ആൻഡ് ഹാർമണി ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിൽ സമാധാനവും സൗഹൃദവും ക്രിയേറ്റ് ചെയ്യാൻ ഏത് സഹായിക്കും? കോപ്പറേഷൻ. മൂന്ന്, കോപ്പറേഷൻ ഹെൽപ്സ് ഇൻ സോഷ്യൽ ആൻഡ് സെൽഫ് ഡെവലപ്മെന്റ്. കോപ്പറേഷൻ ഉണ്ടെങ്കിൽ അവിടെ സാമൂഹികമായ പുരോഗതി ഉണ്ടാവും, അതുപോലെ തന്നെ സെൽഫ് ഡെവലപ്മെന്റ്, നമുക്ക് സ്വയം ഒരു പുരോഗതി ഉണ്ടാവും.
കാര്യം നമ്മൾ ഈ പറഞ്ഞ പോലെ അസൂയ, കുശുമ്പ്, അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാൻ വേണ്ടി സാധിക്കും. ഏത് ഐഡിയ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, കോപ്പറേഷൻ ഉണ്ടെങ്കിൽ, അപ്പം ഏതൊരു സിറ്റുവേഷനിൽ നമുക്ക് കഴിയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഏതൊരാളുമായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. എന്തുണ്ടെങ്കിൽ? കോപ്പറേഷൻ ഉണ്ടെങ്കിൽ. അതാണ് പറഞ്ഞത്, ഇറ്റ് ഹെൽപ്സ് ഇൻ സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് ഓൾസോ സെൽഫ് ഡെവലപ്മെന്റ്. ഇപ്പം നമുക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ട്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമാണ് ഏത്? കോപ്പറേഷൻ എന്ന് പറയുന്ന ആശയം. അതുണ്ടെങ്കിൽ ആരുമായിട്ടും നല്ല ഒത്തൊരുമയോടുകൂടി മുമ്പോട്ട് പോകാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഓക്കെ, ദെൻ അടുത്തത്, ഇറ്റ് പ്രിവെന്റ്സ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. മോണോപ്പൊളി, കുത്തക ഉണ്ടാവുന്നത് തടയും. ഇപ്പൊ കുത്തക ഉണ്ടാവുന്ന ഒരിക്കലും നല്ലതല്ല, കുത്തക സംവിധാനം ഒരിക്കലും നല്ലതല്ല. കോപ്പറേഷൻ ഉണ്ടെങ്കിൽ ഒരാൾ ഒറ്റക്ക് വളരാൻ അയാൾ ആഗ്രഹിക്കത്തില്ല, മറ്റുള്ളവരുമായിട്ട് ഒരേപോലെ വളരാനായിരിക്കും എന്ത് ചെയ്യുന്നത്? ആഗ്രഹിക്കുന്നത്. അപ്പൊ അതവിടെ എന്തുണ്ടാവത്തില്ല? മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഉണ്ടാവത്തില്ല. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ബെനഫിറ്റ്സ് ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ അസോസിയേറ്റീവ് ക്യാരക്ടർ ഓഫ് കോപ്പറേറ്റീവ്സ്. എന്താണ് കോപ്പറേഷന്റെ അസോസിയേറ്റീവ് ക്യാരക്ടർ? പറയുന്നുണ്ട്, കോപ്പറേഷൻ എൻഷുവേഴ്സ് ഈക്വാലിറ്റി ആൻഡ് മ്യൂച്വാലിറ്റി ബൈ സാറ്റിസ്ഫൈയിങ് ദ നീഡ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. എന്താണ് പറഞ്ഞത്? കോപ്പറേഷൻ എൻഷുവേഴ്സ് ഉറപ്പുവരുത്തുന്നു. എന്താണ്? ഈക്വാലിറ്റി, തുല്യത, ആൻഡ് മ്യൂച്വാലിറ്റി, പരസ്പര സഹായം, ബൈ സാറ്റിസ്ഫൈയിങ്, എങ്ങനെയാണ്? ദ നീഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. പരസ്പര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരുടെയും നീഡ്, ആവശ്യങ്ങൾ മനസ്സിലാക്കി അവിടെ ഈക്വാലിറ്റി, തുല്യതയും അതുപോലെ തന്നെ മ്യൂച്വാലിറ്റിയും എന്തിൽ ഉറപ്പുവരുത്തുന്നു? കോപ്പറേഷൻ ഉറപ്പുവരുത്തുന്നു. 2, കോപ്പറേഷൻ ഇൻവോൾവ്സ് എ മൾട്ടിലാറ്ററൽ എഗ്രിമെന്റ് എമംഗ് മെമ്പേഴ്സ് ക്രിയേറ്റിംഗ് എ ഹൊറിസോണ്ടൽ കോമ്പിനേഷൻ ഓഫ് മെമ്പേഴ്സ് യൂണിറ്റ്സ് അക്വയറിംഗ് ഫെഡറൽ ക്യാരക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഫ്രം ബോട്ടം ലെവൽ മുതൽ ഫെഡറൽ ക്യാരക്ടർ ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനമാണ് ഏത്? കോപ്പറേഷൻ. ഓക്കെ, ദെൻ അടുത്തത്, ദ സോഷ്യൽ ക്യാരക്ടർ ഓഫ് ദ അസോസിയേഷൻ റീഡോമിനേറ്റഡ് ഓവർ എക്കണോമിക് ക്യാരക്ടർ. എന്താണ്? ദ സോഷ്യൽ ക്യാരക്ടർ ഓഫ് ദ അസോസിയേഷൻ റിഡോമിനേറ്റഡ് ഓവർ ഏതിനു മേല? എക്കണോമിക് ക്യാരക്ടർ. അതായത് ഇവിടെ എക്കണോമിക്കിനല്ല ഇമ്പോർട്ടൻസ്, എന്തിനാണ്? ക്യാരക്ടർ ഓഫ് ദ അസോസിയേഷൻ പ്രീഡോമിനേറ്റഡ് ഓവർ എക്കണോമിക് ക്യാരക്ടർ. അതായത് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടത്തെക്കാൾ ഉപരി മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിലാണ് ഏതിന് ഇമ്പോർട്ടൻസ്? കോപ്പറേഷനിൽ. അതാണ് പറഞ്ഞത്, ദ സോഷ്യൽ ക്യാരക്ടർ ഓഫ് ദ അസോസിയേഷൻ റീഡോമിനേറ്റഡ് ഓവർ എക്കണോമിക് ക്യാരക്ടർ. ദെൻ അടുത്ത പോയിന്റ് ഇതാണ്, കോപ്പറേഷൻ പ്ലേസസ് പ്രീമിയം ഓൺ ക്രിയേറ്റിംഗ് ദ സുപ്പീരിയർ മോറൽ മാൻ ബൈ മീൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ടോട്ടൽ പേഴ്സണാലിറ്റി. ഒരാളുടെ പേഴ്സണാലിറ്റി നമ്മൾ വിലയിരുത്തുന്നത് അയാൾ എത്രമാത്രം മറ്റുള്ളവരുമായിട്ട് ചേർന്ന് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതിനെയാണ്. അല്ലാതെ ഒരു സിമ്പിൾ കാര്യത്തിലും പരസ്പരം തർക്കിക്കുകയും വഴക്കിടുകയും ചെയ്യുന്ന ആൾക്കാരുടെ അവരെ നമ്മളൊരു ഹൈ പേഴ്സണാലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതൊരവസ്ഥയിലും ഒരുമിച്ച് ഏതൊരവസ്ഥയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളെയാണ് നമ്മൾ നല്ലൊരു പേഴ്സണാലിറ്റി നമ്മൾ പറയുന്നത്. ആ പേഴ്സണാലിറ്റി കോപ്പറേറ്റീവിലൂടെ ഉറപ്പുവരുത്തുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ദ അസോസിയേറ്റീവ് ക്യാരക്ടർ മേക്സ് ദ കോപ്പറേറ്റീവ്സ് ഗോ ബിയോണ്ട് ദ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആൻഡ് ഈവൻ ബിയോണ്ട് ദ കോമൺ ഇൻട്രസ്റ്റ് ഓഫ് ദെയർ ഡയറക്റ്റ് അസോസിയേറ്റ്സ് ആൻഡ് സീക്ക് ദ ഗുഡ് ഓഫ് ഓൾ എന്നാണ്. അതായത് എല്ലാവരുടെയും നന്മയാണ് ഏത് ആഗ്രഹിക്കുന്നത്? കോപ്പറേഷനിൽ എന്തില്ല? ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഇല്ല, വ്യക്തി താല്പര്യമില്ല. അവിടുത്തെ കോമൺ ഇൻട്രസ്റ്റ്, പൊതുവായ താല്പര്യത്തിനാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ താല്പര്യം. നമ്മൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്നാണ്. വ്യക്തി താല്പര്യം പൊതുവായ താല്പര്യത്തിന് കീഴിലാണ് വരേണ്ടത്. അതെവിടെയുണ്ട്? കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും 2 ടൈപ്സ് കോപ്പറേഷൻ ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് കോപ്പറേഷനും 2 ഇൻഡയറക്റ്റ് കോപ്പറേഷനും. ഓക്കെ, ടൈപ്സ് ഓഫ് കോപ്പറേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 2 ടൈപ്സ് കോപ്പറേഷൻ ആണുള്ളത്. ഒന്ന് ഡയറക്റ്റ് കോപ്പറേഷൻ, അതായത് പീപ്പിൾ കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ ടു പെർഫോം
ടാസ്ക് വിച്ച് കനോട്ട് ബി പെർഫോംഡ് ഇൻഡിവിജ്വലി. ഒരാൾക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം പരസ്പരം സഹകരിച്ചുകൊണ്ട് നേടിയെടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയറക്റ്റ് കോപ്പറേഷൻ. അപ്പൊ എന്താ ഇൻഡയറക്റ്റ് കോപ്പറേഷൻ എന്ന് പറയുന്നത്? പീപ്പിൾ പെർഫോം ദെയർ വർക്ക് ഇൻഡിവിജ്വലി ബട്ട് ഫോർ എ കോമൺ ഒബ്ജക്റ്റീവ്. പീപ്പിൾ ജോലി ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടാണ്, പരസ്പരം ഹെൽപ്പ് ചെയ്തല്ല, ഇൻഡിവിജ്വൽ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഉദ്ദേശം എന്ത് തന്നെയാണ്? പൊതുവായ ലക്ഷ്യം തന്നെയാണ്, കോമൺ ഒബ്ജക്റ്റീവ് തന്നെയാണ്. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഡയറക്റ്റ് കോപ്പറേഷൻ. അപ്പൊ എന്താ നോക്കിയേ, ഡയറക്റ്റ് കോപ്പറേഷൻ എന്താണ്? പീപ്പിൾ കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ ടു പെർഫോം ടാസ്ക് വിച്ച് കനോട്ട് ബി പെർഫോംഡ് ഇൻഡിവിജ്വലി. ഒരു വർക്ക് ഒരാൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ മറ്റുള്ളവരുമായിട്ട് ചേർന്നുകൊണ്ട് ചെയ്താൽ അതെന്താണ്? ഡയറക്റ്റ് കോപ്പറേഷൻ ആണ്. ഇൻഡയറക്റ്റ് കോപ്പറേഷനും കോപ്പറേഷൻ തന്നെയാണ്, പക്ഷേ വർക്ക് ചെയ്യുന്നത് എന്തായിട്ടാണ്? പരസ്പരം ഷെയർ ചെയ്തല്ല, ഇൻഡിവിജ്വൽ ആയിട്ടാണ്. ബട്ട് ഉദ്ദേശം എന്ത് തന്നെയാണ്? കോമൺ ഒബ്ജക്റ്റീവ് തന്നെയാണ്. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഡയറക്റ്റ് കോപ്പറേഷൻ. അങ്ങനെ കോപ്പറേഷൻ നമ്മൾ പ്രധാനമായിട്ടും എത്രയായിട്ട് ഡിവൈഡ് ചെയ്യും? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ഡയറക്റ്റ് കോപ്പറേഷനും രണ്ട് ഇൻഡയറക്റ്റ് കോപ്പറേഷനും. ദെൻ ലാസ്റ്റ് പറയുന്നുണ്ട് മാനേജിങ് എ കോപ്പറേറ്റീവ് അസോസിയേഷൻ. എങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുന്നത്? പറയുന്നുണ്ട് മാനേജിങ് ഓഫ് കോപ്പറേറ്റീവ് അസോസിയേഷൻ ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം അതർ ടൈപ്പ് ഓഫ് അസോസിയേഷൻ. മറ്റ് അസോസിയേഷനുകൾ മാനേജ് ചെയ്യുന്നത് പോലെ അല്ല ഒരു കോപ്പറേറ്റീവ് അസോസിയേഷൻ മാനേജ് ചെയ്യേണ്ടത്. അവിടെ പ്രധാനമായിട്ടും ഈ 7 C's ഉറപ്പുവരുത്തണം. 7 C's. ഏതൊക്കെയാണ് 7 C's എന്ന് പറയുന്നത്? ഒന്ന് കമ്മ്യൂണിക്കേഷൻ. ഒന്നേതാണ്? കമ്മ്യൂണിക്കേഷൻ. നല്ല ഒരു ആശയവിനിമയം ഉണ്ടാവണം. രണ്ട് കൺസൾട്ടേഷൻ. ഒരു കാര്യം ചെയ്യുമ്പോൾ പരസ്പരം എന്ത് ചെയ്യണം? ഡിസ്കസ് ചെയ്യണം. മൂന്ന് കൺസെൻസസ്. സ്വരുമ അല്ലെങ്കിൽ ഏക അഭിപ്രായം ഉണ്ടാവണം എല്ലാത്തിലും. 4 കോമൺ ഗുഡ്. പൊതുവായ നന്മയായിരിക്കണം അതിൻ്റെ ലക്ഷ്യം. 5 കോർഡിനേഷൻ. പ്രോപ്പർ ഏകോപനം ഉണ്ടാവണം. 6 കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വം ഉണ്ടാവണം. 6 കോപ്പറേഷൻ. എല്ലാവർക്കും ഇടയിൽ എന്ത് വേണം? സഹകരണം ഉണ്ടാവണം. ഓക്കെ, 6 അല്ല 7. അപ്പൊ ഈ 7 C's ആണ് മാനേജിങ് ഓഫ് എന്താണ് ഒരു കോപ്പറേറ്റീവ് അസോസിയേഷൻ ഉണ്ടാവേണ്ടത്. ഒരു കോപ്പറേറ്റീവ് അസോസിയേഷൻ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ ഈ 7 C's നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? ഒന്ന് കമ്മ്യൂണിക്കേഷൻ. 2 കൺസൾട്ടേഷൻ. 3 കൺസെൻസസ്. 4 കോമൺ ഗുഡ്. 5 കോർഡിനേഷൻ. 6 കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. 7 ഏതാണ്? കോപ്പറേഷനാണ്. ഈ 7 C's അറിഞ്ഞിരുന്നാൽ പ്രോപ്പറായിട്ട് ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യാം? മാനേജ് ചെയ്യാം. മറ്റ് അസോസിയേഷനുകൾ പോലെ തന്നെ കോപ്പറേറ്റീവ് അസോസിയേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ എന്താണ്? കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ഉണ്ടാവണം. കൺസൾട്ടേഷൻ, പരസ്പരം ചർച്ച ചെയ്യണം. കൺസെൻസസ്, എല്ലാത്തിലും ഒരു ഏക അഭിപ്രായം, സ്വരുമയുണ്ടാവണം. കോമൺ ഗുഡ്, പൊതുവായ നന്മയായിരിക്കണം ലക്ഷ്യം. 5 കോർഡിനേഷൻ, പരസ്പരം ഏകോപനം ഉണ്ടാവണം. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കൂട്ടുത്തരവാദിത്വം ഉണ്ടാവണം. കോപ്പറേഷൻ, എല്ലാവർക്കും ഇടയിൽ എന്ത് വേണം? സഹകരണം ഉണ്ടെങ്കിൽ. എന്താണ് പറഞ്ഞത്? ഇതുണ്ടെങ്കിൽ മാനേജിങ് എ കോപ്പറേറ്റീവ് അസോസിയേഷൻ ഈസ് ബിക്കം മച്ച് ഈസിയർ എന്നാണ്. വളരെ സിമ്പിളായിട്ട് ഒരു കോപ്പറേറ്റീവ് അസോസിയേഷൻ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാനേജിങ് എ കോപ്പറേറ്റീവ് എൻ്റർപ്രൈസ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് അസോസിയേഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, എന്താണ് സോഷ്യൽ പ്രോസസ് എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് കോപ്പറേഷൻ, എന്താണ് കോമ്പറ്റീഷൻ, എന്താണ് കോൺഫ്ലിക്റ്റ്. അതുപോലെ തന്നെ ഈ 7 C's ഫോർ മാനേജിങ് എ കോപ്പറേറ്റീവ് അസോസിയേഷൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ്, കോമ്പറ്റീഷൻ, കോപ്പറേഷൻ അതിന് വ്യക്തമായിട്ട് ഒരു ഡിഫറൻസോട് കൂടി അറിഞ്ഞിരിക്കണം. എന്താണ് കോപ്പറേഷൻ? അതൊരു അസോസിയേറ്റീവ് നേച്ചറാണ്. കോമ്പറ്റീഷനും കോൺഫ്ലിക്റ്റ് എന്താണ്? ഡിസോസിയേറ്റീവ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്റ്റീവ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പോയിന്റുകൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. അപ്പോൾ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ദെൻ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, താങ്ക് യു.